ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. എന്തായാലും തൻ്റെ എല്ലാ പിണക്കങ്ങളും മാറിയില്ലേ, എനിക്ക് സന്തോഷമായെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഈ നൂലുകെട്ട് ചടങ്ങ് അലങ്കോലമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത്രയുമൊക്കെ സഹിച്ചു നിന്നത്. അല്ലാതെ നിങ്ങളോടുള്ള പിണക്കമൊന്നും ഒരിക്കലും മാറുകയുമില്ല എന്ന് നിങ്ങൾ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറയുന്നു. അന്ന് മാത്രമേ ഈ പിണക്കത്തിനും ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർക്ക് കൊടുത്തുപോയ വാക്കുകളുമുണ്ട്. എന്നെക്കാളും നമ്മുടെ കുഞ്ഞിനേക്കാളും വലുതാണോ സച്ചിയേട്ടന് വാക്കുകളെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം അങ്ങനെയാണെന്നും എന്താണെങ്കിലും ഞാൻ തന്നെ ചതിച്ച് മറ്റൊരു വഴിക്ക് പോകില്ലെന്നും തനിക്കെന്താ എന്നിൽ വിശ്വാസമില്ലെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അർച്ചന മനസ്സിൽ പറയുകയാണ്, സച്ചിയേട്ടന് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സത്യമറിയാതെ ഞാനെന്താണെങ്കിലും എൻ്റെ വാക്കിൽ നിന്നും ഒരിക്കലും പിന്മാറുകയുമില്ല. പിന്നീട് കാണിക്കുന്നത് കമലയും മറ്റുള്ളവരെയുമാണ്. എല്ലാവർക്കും കുടിക്കാനായി ജ്യൂസ് കൊടുക്കുകയാണ് അനഘയും സ്നേഹയും ചേർന്ന്. അല്ല, ഇവിടെ സദ്യയൊന്നുമില്ലെന്ന് അനൂപ് ചോദിക്കുമ്പോൾ താലികെട്ട് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതൊക്കെ ഉള്ളെന്നും അതെല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും നന്ദൻ പറയുന്നു. അതെ, ഇന്ന് കല്യാണമായതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ നന്നായി ഒന്ന് ഒരുങ്ങണമായിരുന്നു. അതുകൊണ്ട് തന്നെയാ സദ്യ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്ന് അനഘയും പറയുന്നു. അയ്യോ, നമുക്ക് ഏടത്തി ഒരുക്കണ്ടേ എന്ന് അനഘ ചോദിക്കുമ്പോൾ സ്നേഹയും അതിനെ ശരിവെക്കുകയാണ്. എന്തിനാണിങ്ങനെ താലികെട്ട് ചടങ്ങിന് ഇനി ഒരിക്കലും പിടിക്കലുമൊക്കെ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ അതൊന്നും അനൂപേട്ടന് പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന് മീര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് താലിമാല ഊരിയെന്ന് കരുതി ഇപ്പോൾ ഇത്രയും വലിയ ചടങ്ങൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് അനിരുദ്ധൻ അവന്തികയോട് ചോദിക്കുന്നു. അതാണ് അർച്ചനയുടെ മിടുക്ക്. എല്ലാവർക്കും മേൽ തൻ്റെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ചടങ്ങായിട്ടാണ് അർച്ചന ഇതിനെ കാണുന്നത്. പണ്ടും ഇതൊക്കെ തന്നെയായിരുന്നു. അവൾക്ക് അവളുടേതായ കുറേയേറെ ന്യായങ്ങളുണ്ട്. അതെല്ലാം അവൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇനി ഞാനെന്തെങ്കിലും ചെയ്യണോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നും ചെയ്യാനുള്ളതെല്ലാം ഞാനാണെന്നും അവന്തിക പറയുന്നു. അവളുടെ അവസാനത്തെ ഒരുക്കമാ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അവന്തിക പറയുമ്പോൾ അവന്തിക അവളെ കൊല്ലാൻ തീരുമാനിച്ചോ എന്ന് മൂർത്തി ചോദിക്കുന്നു. ഇന്നത്തോടെ അവന്തിക അവളെ തീർക്കും. അമ്മാവ, അർച്ചനയുടെ കഥയുടെ ക്ലൈമാക്സ് ഞാനിപ്പോൾ ഇവിടെ എഴുതാൻ പോവുകയാണ്. അതെന്താണെന്ന് അമ്മാവൻ അറിയാമോ? തുടർന്ന് ഇന്നത്തോടെ അർച്ചനയുടെ കഥ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ അനിരുദ്ധം പറയുകയാണ്, എൻ്റെ പൊന്നുമോളെ അവന്തികയെ, നീ അമ്മാവനോട് ക്ഷമിക്കണം. ഇന്നത്തോടെ നിന്റെയും കഥ തീരാൻ പോവുകയാണ്. നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയതുപോലെ തന്നെ നിന്റെ കഥയുടെയും ക്ലൈമാക്സ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനിരുദ്ധൻ. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ അനഘയും സ്നേഹിയും സന്ധ്യയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ചേർന്ന് അർച്ചനയെ ഒരുക്കുന്നതാണ്. നിന്റെ ജാതകത്തില് 2 കല്യാണയോഗം കാണും, അതുകൊണ്ടല്ലേ ഇപ്പോൾ രണ്ടാമത് നടക്കുന്നതെന്ന് സന്ധ്യ പറയുമ്പോൾ രണ്ടാമത്തതെങ്കിലും ആളെ മാറ്റി പിടിക്കാമായിരുന്നെന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ് മീര. സമയം കിട്ടിയില്ലേട്ടത്തി, എന്താണെങ്കിലും അടുത്തതിന് നോക്കാമെന്ന് അർച്ചനയും പറയുന്നു. അതേസമയം അവരെ കളിയാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് അനഘയും ആതിരയും സ്നേഹയും കൂടി ചെല്ലുകയാണ്. പിന്നാലെ തന്നെ കമലയും എത്തുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നതാണ്. അതേസമയം തന്നെയാണ് അനഘയും സ്നേഹയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അർച്ചന അല്പം മയപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നെന്ന് നന്ദൻ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സത്യാവസ്ഥ മനസ്സിലാകാതെ അവൾ പൂർണ്ണമായും ഓക്കെ ആകില്ലെന്ന് അനൂപ് പറയുന്നു. ഇച്ചിരി മയപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കും തോന്നുന്നുണ്ടെന്ന് അനഘയും സ്നേഹയും പറയുന്നു. എന്താണെങ്കിലും അർച്ചനയുടെ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ആ സന്തോഷം കൈവിട്ടു പോകാതെ നോക്കേണ്ടത് സച്ചിയേട്ടന്റെ കടമയാണെന്ന് അനഘ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. മോളെ, ഇന്നത്തോടുകൂടി സച്ചിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തോണമെന്ന് പറയുകയാണ് കമല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അർച്ചനയും പറയുന്നു. അതേസമയം അവന്തിക അർച്ചനയുടെ ഫോണിലേക്ക് ലക്ഷ്മിയുടെ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. എന്താണെങ്കിലും ഇവളിത് കാണട്ടെ, അപ്പോഴേക്ക് ഞാൻ ഇവളെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച ഉടൻ തന്നെ അവന്തിക അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.